ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. രാവിലെ നല്ല മഴയാണ്, വീണ്ടും മഴ വെച്ച് പിടിച്ചിട്ടുണ്ട്. കൂടെ ഇങ്ങനെ ഇടവിട്ട് നല്ല അടാറ് മഴയാണ് കേട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ. കൊച്ചിനെ സ്കൂളിലാക്കിയിട്ട് ഉള്ള വിശേഷമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ചോറ് കെട്ടി കൊടുക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് അങ്ങനെ രാവിലെ ഉള്ള ഇതൊന്നും ഇല്ല കേട്ടോ, പെടാപ്പാടൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഇങ്ങോട്ട് ചോറ് വേണം എന്ന് പറയുന്ന ദിവസം ചോറാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കൊച്ചിനെ രാവിലെ സ്കൂളിലോട്ടാക്കിയിട്ടുണ്ട്. രാവിലെ നമുക്ക് ദോശയും ചമ്മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതേ നമ്മൾ കഞ്ഞിക്കലമൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. കഞ്ഞിക്കലം എന്ന് പറയുന്നത് ചോറ് വെക്കുന്ന കലമൊക്കെ കഴുകി ചോറ് വെക്കുന്ന അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വന്നപ്പോഴത്തേക്കും ഉമ്മച്ചിയാണെങ്കിൽ ചക്കയൊക്കെ ഇട്ട് അത് വെട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അത് പരിയുന്നുണ്ട്. ചക്ക വെള്ളം കയറിപ്പോയി, മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. നല്ല വെള്ളം കയറിയിട്ടുണ്ട്. ചെറിയൊരു കറി വെച്ചപ്പോഴത്തേക്കും എന്താണെന്നറിയാമോ, ചെറിയൊരു മധുരം പോലെ തോന്നി കേട്ടോ. പക്ഷേ പച്ചയ്ക്ക് കഴിച്ചപ്പോൾ മധുരം ഇല്ലായിരുന്നു. വെച്ച് വന്നപ്പോഴത്തേക്കും ചെറിയൊരു മധുരം, ഒരു പുളിപ്പ് പോലെ തോന്നി. വെള്ളം കയറി കേട്ടോ, പന്നലായിപ്പോയി. കുറച്ചും കൂടെയൊക്കെ നേരത്തെ ആയിരുന്നെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വെള്ളം കയറി ഇങ്ങനെ പൊന്തം ഇരുന്ന് കഴിഞ്ഞാൽ കഴിക്കാനൊന്നും ടേസ്റ്റ് ഇല്ല. വറുക്കാനും ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ. എണ്ണ എല്ലാം കുടിച്ച് നശിപ്പിക്കും. അതുകൊണ്ട് അത് അങ്ങനെ കറി വെക്കാനായിട്ട് ഉമ്മച്ചി ഇവിടെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. കുറച്ച് എടുത്തിട്ടുള്ളൂ, ബാക്കി കളയുകയോ ചെയ്തത്, കാരണം ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ അതേ പിന്നെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചക്കക്കുരുവും അതുപോലെ എല്ലാം കൂടെയൊക്കെ മിക്സ് ആക്കിയിട്ടുള്ളൊരു അവിയൽ പരുവത്തിന് വെക്കാനാണ്. ആദ്യം മുരിങ്ങയിലയിട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പച്ചക്കറി കറിയൊക്കെ സാമ്പാറൊക്കെ വെക്കണം. അതിനൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് അവിയലാക്കിയെടുക്കാമെന്ന്. മുരിങ്ങയില ഇടണ്ട, 2-3 മുരിങ്ങക്കായും അതുപോലെ ക്യാരറ്റും അമരപ്പയറും ഒക്കെ ഇട്ടിട്ടുള്ളൊരു അവിയൽ. അപ്പോൾ ഈ ചക്കക്കുരു ഞാൻ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വിശേഷമില്ലാത്തൊരു കുഞ്ഞു മിനി വ്ളോഗായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. ഒരുപാടൊന്നും എടുത്തിട്ടില്ല. നല്ല മഴയായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊന്നും നടക്കത്തില്ല, പണിയൊന്നും. പിന്നെ ഇതേ തലേന്നത്തെ ബിരിയാണി കുറച്ചിരിപ്പുണ്ടായിരുന്നു, അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നും കൂടെ കുറച്ച് ബീഫ് ഇരിപ്പുണ്ട്, അതും കൂടെ നിങ്ങൾ സഹിക്കണം കേട്ടോ. ഇന്നത്തോടു കൂടി ബീഫിൻ്റെ കോട്ട കഴിയും. അപ്പോൾ അതൊന്ന് കറിയാക്കി എടുക്കാനായിട്ട് കുറച്ചേ ഇരിപ്പുള്ളൂ, പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കറിയാക്കി എടുക്കണം. പിന്നെ ഇതേ ബിരിയാണി ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം എന്ത് ചെയ്തെന്നറിയുമോ, ചക്കക്കുരു ഞാൻ എടുത്തുകൊണ്ട് പോയി അടുപ്പിലോട്ടാക്കിയിട്ടോ. ചോറ് റെഡി ആയപ്പോഴത്തേക്കും വിറകടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് കറിക്ക് വേണ്ടിയിട്ട്. പിന്നെ സാമ്പാറും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പാർ ഞാൻ കുക്കറിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റെഡിയാക്കിയതിന് ശേഷം ചക്ക അങ്ങോട്ട് റെഡി ഉമ്മച്ചി അരിഞ്ഞ് തന്നപ്പോഴത്തേക്കും ആ കുക്കറൊന്ന് കഴുകി, സാമ്പാർ വെച്ചിട്ടുള്ള കുക്കറൊന്ന് കഴുകിയിട്ട്, ഇതൊക്കെ ചക്കയൊക്കെ സാധാ പാത്രത്തിൽ നമുക്ക് വെക്കാം, പെട്ടെന്ന് വേവുന്നേ. പക്ഷേ ഇത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ, ഈ കുക്കറിലോട്ടിട്ടടിക്കുന്നത്. അതാകുമ്പോൾ ഒരുപാട് സമയം വേസ്റ്റ് ആവത്തുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുകയും ചെയ്യും. നമ്മൾ അടുക്കളയിൽ തന്നെ നിൽക്കുകയും വേണ്ട. ഒരുപാട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണ് കേട്ടോ. എന്നോട് ചോദിക്കും ആളുകൾ, എന്തിനാ എല്ലാം ഈ കുക്കറിൽ വെക്കുന്നതെന്ന്. അതാണ് സംഭവം. വെറുതെ നമ്മൾ ഈ പാത്രത്തിലൊക്കെ വെച്ചിട്ട് അവിടെ നിൽക്കണ്ടല്ലോ. അരമണിക്കൂർ കൊണ്ട് വേവുന്ന ചിലപ്പോൾ 15 മിനിറ്റ് കൊണ്ടൊക്കെ അങ്ങ് ആവും. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണ്. അപ്പോൾ ഞാൻ ഇറച്ചിക്കറിയുടെ കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ ചക്ക വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തോട്ടോ. അരപ്പ് വേസ്റ്റായി പോയെന്ന് വേണം പറയാൻ, കാരണം ഈ ചക്ക ആരും കഴിച്ചതൊന്നുമില്ല, കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. മധുരമായിപ്പോയി, ഒരു മധുരത്തിൻ്റെ ഇതൊക്കെ അങ്ങ് ആയ മട്ടായിപ്പോയി. അങ്ങനെ ഞാൻ ഇറച്ചിയൊക്കെ കഴുകി ബീഫ് കറിയൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണിക്കുന്നതല്ലേ. ഇറച്ചിയിൽ ഞാൻ കുറച്ച് വിനാഗിരിയും അതുപോലെ 1-2 ഇത് കണ്ടില്ലേ, വഴുതനങ്ങയും കൂടെയൊക്കെ മുറിച്ചിട്ട് കൊടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചിക്കറി എന്നൊക്കെ പറക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇറച്ചിക്കറി റെഡിയാക്കിയപ്പോഴത്തേക്ക് ഞാനിത് ചക്ക കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. പക്ഷേ 3G ആയിപ്പോയി, ആ കറി വേസ്റ്റായി പോകും, അത്ര ഇതായിപ്പോയി. നല്ല പുളിപ്പായിപ്പോയി കേട്ടോ, നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. നല്ല മധുരമായിപ്പോയി. ഈ മഴയൊക്കെ കയറിയിട്ട്, മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കയറി ചക്കയിൽ, ഇപ്പം ആ ചക്കയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. പകരം ചീനി ആയിരുന്നെങ്കിൽ ഉഷാറായേനെ അല്ലേ. ബീഫ് കറിയും ചീനി വേവിച്ചതും അടിപൊളി കോമ്പിനേഷനായിരുന്നു. പക്ഷേ നമുക്ക് പറ്റിയില്ല, അബദ്ധം പറ്റി. അങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ആ ചക്കക്കുരു ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു പകുതി വേവായപ്പോഴത്തേക്ക് ഞാനതിലേക്ക് ക്യാരറ്റും അമരപ്പയറും അതുപോലെ മുരിങ്ങക്കായും കൂടെയൊക്കെ ഒന്ന് അരിഞ്ഞത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ ചക്കക്കുരു വേവിച്ചത്.
അപ്പോൾ ഇനി ഒന്ന് വെന്ത് വന്നതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവിയലിന് ചക്കക്കുരു എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ അവിയലിന് ചക്കക്കുരു ഒക്കെ ഇടാറുണ്ട് കേട്ടോ. ചക്കക്കുരു മാങ്ങയും ഒക്കെ അവിയൽ വെക്കുമ്പോൾ ഇടാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്തപ്പോഴത്തേക്കും അതിലേക്ക് അരപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അരപ്പിൽ ലേശം മഞ്ഞൾപ്പൊടിയെ ചേർക്കുന്നുള്ളൂ. ജീരകം, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ചക്കക്കുരുവൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ നല്ലതാണ്. ഈ ചക്കക്കുരുവും ക്യാരറ്റും ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇടാതെ നമ്മൾ പച്ചക്കറി കിടക്കുന്ന കുമ്പളങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാതെയുള്ള ഇങ്ങനെയുള്ള അവിയൽ ഭയങ്കര ഇഷ്ടമുണ്ട്. നല്ല ടേസ്റ്റുമാണ്. നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ടിട്ട് ആ ഒരു പച്ച ചുവയുണ്ടല്ലോ, നമ്മുടെ അരപ്പിൻ്റെ ആ ഒരു ചുവ വിട്ട് മാറിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക കേട്ടോ. ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഞാൻ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് നെത്തോലി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നെത്തോലി കൊണ്ടുവന്നിട്ട് അതൊന്ന് പൊരിച്ചെടുക്കാനും കൂടെ ഞാൻ റെഡിയാക്കി എല്ലാം ചെയ്തിട്ട് ഇതേ പൊരിച്ചും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ കഴിപ്പില്ല എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വാപ്പാക്ക് മീനില്ലാതെ പറ്റത്തില്ല. എനിക്കിത് പേടിച്ചിട്ട് കഴിക്കത്തില്ല കേട്ടോ. പേടിയാണ്, എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പേടി, അതുകൊണ്ട് കഴിക്കത്തില്ല. അപ്പോൾ ഇറച്ചിക്കറിയുണ്ട്, പിന്നെ അവിയലും മീൻ വറുത്തതും സാമ്പാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ.